ഗുഡ് മോർണിംഗ് ഓൾ. സി സി പിയിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു അല്ലേ? എല്ലാവരുടെയും ബോഡിയും മൈൻഡും ഒക്കെ ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ? സോ ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ശ്രീജ. ഞാനിപ്പം ദുബൈയിലാണ് ഉള്ളത്. ഈ ഒരു ബിസിനസ്സായിട്ട് കണക്ട് ആയിട്ട് ഏകദേശം 2 വർഷം ആകുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മുടെ എന്താ? ജോയിന്റ് ഹെൽത്ത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ജോയിന്റ് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നമ്മുടെ ജോയിന്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്, നടക്കുന്നത്, ഓടുന്നൊക്കെ അല്ലെ? എല്ലാവർക്കും ജോയിന്റ്സ് ഉണ്ട്. എല്ലാവരുടെയും ബോഡിയിൽ ജോയിന്റ്സിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ജോയിന്റ് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മള് സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടീമിലെ പവർഫുൾ ലീഡർ വിനോദ് സാറ് ജോയിന്റ് ഹെൽത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക, ബുക്കൊക്കെ എടുത്ത് വെക്കുക, അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എല്ലാവരും എടുക്കണം. ഓക്കെ, സോ ഞാൻ എല്ലാവരെയും അനുവാദത്തോടെ സ്നേഹത്തോടെ ഞാൻ വിനോദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ശ്രീജ മാഡം. ഓഡിയബിൾ അല്ലേ? ഓക്കെ അല്ലേ സൗണ്ട്? ഓക്കെ സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രീജ മാഡം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു. അതേപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് സെഷനെ കുറിച്ചിട്ടാണ് അല്ലെ? കാരണം നമ്മുടെ കമ്പനിയുടെ നട്ടല് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഈ മാസം വാങ്ങിച്ച പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും അടുത്ത മാസം വാങ്ങിച്ച് പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അതും പരിചയപ്പെടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഉപയോഗിക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക് ജോയിന്റ് പെയിനെ കുറിച്ചിട്ടാണ്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളെ ഗർഭസ്ഥ ശിശു മുതൽ നമ്മുടെ എല്ലുകൾ വളർന്ന് നമ്മൾ കുട്ടിയായി ജനിച്ചതിന് ശേഷം നമ്മൾ പാൽപ്പല്ലൊക്കെ വരുന്നുണ്ടാവും. ആ പാൽപ്പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ടാവും, ക്ഷയിച്ചു പോകുന്നുണ്ടാവും അല്ലേ? ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നത് തിന്നിട്ടാണ് കുട്ടിയുടെ പല്ലുകളൊക്കെ പോയത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് തിന്നിട്ട് അല്ലെങ്കിൽ മിഠായി തിന്നിട്ടാണ് ഏറ്റവും കൂടുതൽ പല്ലുകളൊക്കെ ദ്രവിച്ചു പോകുന്നത്, മോന്റെ പല്ല് പോയത് അല്ല മോളുടെ പല്ല് പോയത് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് പറയുന്നത് സത്യമാണെങ്കിലും അത് എന്ത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കാറില്ല. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മധുരം അല്ലെങ്കിൽ ഷുഗർ, അതിനെ ദഹിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് പല്ലിലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് നമ്മൾ ഓരോ പ്രാവശ്യവും മാർക്കറ്റിൽ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? മിഠായി കൊണ്ട് കൊടുക്കാറുണ്ട്. അത് എല്ലാ ദിവസവും കഴിച്ച് നമ്മുടെ ഉള്ളിലെത്തുന്ന ചിലപ്പോൾ 1 രൂപയുടെ 2 രൂപയുടെ ആയിക്കഴിഞ്ഞാലും അതിനകത്ത് ഹാംഫുൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് കഴിച്ച് അങ്ങനെ ഏറ്റവും കൂടുതൽ കാൽസ്യം കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന പാൽപ്പല്ലിൽ നിന്ന് തന്നെ കാൽസ്യം ഇത് ദഹിക്കാനായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പല്ലുകൾക്ക് ബലമില്ലാതെ ദ്രവിച്ചു പോകുന്നതായിട്ട് കാണുന്നത്. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ നമുക്കറിയാം, ഒരു ബിൽഡിങ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പില്ലറൊക്കെ ആവശ്യമാണ് അല്ലെ? പില്ലർ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഇടയിലിടുന്ന കമ്പി അത് പല സൈസിലുള്ള കമ്പി ആയിരിക്കും അല്ലെ? 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് മുതൽ അങ്ങനെയുള്ള പല സൈസിലുള്ള കമ്പികൾ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ജില്ലിയും മണലും സിമെന്റും ഒക്കെ മിക്സ് ചെയ്തത് ഇട്ട ശേഷമാണ് അത് കരുത്തറ്റ പില്ലറായിട്ട് മാറുന്നത്.
ആ പില്ലറിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ബുർജ് ഖലീഫ പോലെയുള്ള അത്രയും വലിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കമ്പി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് എല്ലുകൾ എന്ന് പറയുന്നത്. അത് പല തരത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ടൈപ്പിലാണ്, പല അളവിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വിരലിന്റെ ഉള്ളിലുള്ള എല്ലിന്റെ കനമായിരിക്കില്ല നമ്മുടെ കാലിന്റെ എല്ലുകൾക്ക് ഉണ്ടാവുക. അങ്ങനെ പല ഡിഫറെന്റ് സൈസിലാണ് നമ്മുടെ ശരീരത്തിലും മനുഷ്യൻ നിർമ്മിക്കുന്ന കെട്ടിടത്തിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഓൾറെഡി സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞാലും എല്ലുകളുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് താങ്ങി നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ മരണം വരെ നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ കാക്കുന്ന ഒരു ഘടകം തന്നെയാണ് എല്ലുകൾ. പക്ഷെ അത് നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിക്സ്, ഇങ്ങനെയുള്ള പല ഓമന പേരുകളിലും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പ്രത്യേകം 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 ഡിവിഷൻ തന്നെ ഇന്ന് ഉണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ എല്ലുകളുടെ തേയ്മാനമാണ്, എന്തുകൊണ്ടാണ് തേയ്മാനം വരുന്നത്, അതിന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഏതൊക്കെ രീതിയിലുള്ള പോഷകങ്ങൾ നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും, എന്തിന്റെയൊക്കെ കുറവ് കൊണ്ടാണ്, ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മുടെ കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു പ്രത്യേക ഡിവിഷൻ തന്നെയുണ്ട്, ജോയിന്റ്സ് ആൻഡ് ബോൺ ഹെൽത്ത്. അതിന് എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽസ്യമാണ്. കാൽസ്യം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. കാൽസ്യം നമുക്ക് പാലിൽ നിന്ന് ലഭിക്കുന്നു, മുട്ടയിൽ നിന്ന് ലഭിക്കുന്നു, അങ്ങനെ പല പോഷകാഹാരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് എത്രത്തോളം നമ്മൾ അതിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ചിന്തിച്ചാൽ പോലും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിന്ന് പല ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാവുന്നത്. അതിൽ ഒരു ഘടകം തന്നെയാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ നമ്മൾ കാക്കാൻ വേണ്ടി നമ്മൾ കാൽസ്യം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കാൽസ്യം നമ്മൾ ആരൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അല്ലെ? നമ്മൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി മുതൽ വലിയ ഏജിലുള്ള എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു പോഷകം തന്നെ, ഒരു ഘടകം തന്നെയാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ കുട്ടിയുടെ പാൽപ്പല്ലിനൊക്കെ നല്ല സ്ട്രെങ്തനൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികളൊക്കെ കൃത്യമായിട്ടും കഴിക്കേണ്ട പോഷകം തന്നെയാണ് നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. വൈറ്റമിൻസ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവർക്കും ഇന്ന് കൊടുക്കുന്നുണ്ടാവും അല്ലെ? ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനം കൊടുക്കുന്നുണ്ടാവുമെങ്കിലും നമ്മുടെ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്ത് വേണം? വൈറ്റമിൻ ഡി വേണം, D3 വേണം. നമ്മുടെ കാൽസ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്ക് ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഒരു സർട്ടൺ ഏജ് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിൽ എത്രമാത്രം നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം അതിൻ്റെ അകത്ത് ഡിയും കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാൽസ്യത്തിനകത്ത് D3 കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത് കാൽസ്യം നമുക്ക് ഒരിക്കലും ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമല്ല, പകരം ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 99% കാൽസ്യവും പല്ലുകളിലും എല്ലുകളിലുമാണ് ഉള്ളത്. വെറും 1% മാത്രമാണ് രക്തത്തിലും പേശികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് സൺലൈറ്റിൽ നിന്നാണ് അറിയാമെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 പേരെടുക്കുകയാണെങ്കിൽ 3 പേരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ന് ഓൾറെഡി പത്രമാധ്യമങ്ങളിൽ പോലും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു.
കാരണം വിദേശികളൊക്കെ വന്ന് നമ്മുടെ ഇവിടെ നിന്ന് വെയിൽ കൊണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും കുടയും അല്ലെങ്കിൽ വാഹനങ്ങളിലും ഒക്കെയാണ് പോകുന്നത്. വെയിൽ കൊള്ളുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ന് പോകുന്നത്. അപ്പോ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കാൽസ്യത്തിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ കാൽസ്യം കാർബണേറ്റിന്റെയും അതുപോലെ തന്നെ വൈറ്റമിൻ D3യുടെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഈ രണ്ട് കണ്ടന്റ് ആണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇവ രണ്ടും നമുക്ക് അറിയുന്നത് പോലെ തന്നെ എല്ലുകളുടെയും അതുപോലെ തന്നെ പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ D കാൽസ്യത്തിന്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഡീനെ കുറിച്ച് ഇന്ന് പറയുന്നില്ല, അത് നമുക്ക് സബ്ലിംഗൽ സ്പ്രേ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനെയും കൂടി പറയുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഡി ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ പേശികളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. ഹൃദയാരോഗ്യം നല്ലതാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കാൽസ്യം അത്യാവശ്യമാണ്. പലതരം ഹോർമോണിന്റെയും എൻസൈമിന്റെയും വേർതിരിവിന് വേണ്ടിയിട്ടും നമ്മുടെ കാൽസ്യം അത്യാവശ്യമാണ്, സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ന്യൂറോൺസിന്റെ റെഗുലേറ്റ് ചെയ്ത് നെർവ്സിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും നമുക്ക് കാൽസ്യം അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാൽപ്പല്ലൊക്കെ പൊടിയുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി കൃത്യമായിട്ട് കാൽസ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ് ഫാക്ടർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന്റെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാൽസ്യം നമുക്ക് ശരീരത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ BP മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹൈപ്പോ ടെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഹാർട്ടിന്റെ താളം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എൻസൈം ആക്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കാൽസ്യം അത്യാവശ്യമാണ്. തൈറോയിഡിന്റെ ഫങ്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കാൽസ്യം ആവശ്യമാണ്. ഇന്ന് തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവര് കാൽസ്യം കൂടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ കുറവുകൾ ഉണ്ടാവാം. അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സപ്ലിമെന്റ് ആഡ് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കാൽസ്യം അത്യാവശ്യമാണ്, സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് D അത്യാവശ്യമാണ്. പ്രോട്ടീന്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D അത്യാവശ്യമാണ്. കിഡ്നിയുടെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി D അത്യാവശ്യമാണ്. ഇവിടെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്നത് കിഡ്നി പേഷ്യന്റ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ളവര് കാൽസ്യം കഴിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സാമുവൽ സാർ ചെയ്തിട്ടൊരു സെഷന്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഈ കാൽസ്യം സ്റ്റോൺ ഉള്ളവർ കഴിക്കരുത് എന്ന് പറയുന്നത്. ഈ സ്റ്റോൺ വരാൻ എന്താണ് കാരണം, അതൊക്കെ ആ വീഡിയോനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ തെറ്റായ ധാരണ കുറച്ച് കഴിയുമ്പോൾ മാറുന്നുണ്ടാവും. കാരണം സ്റ്റോൺ ഉള്ളവർ ഒരിക്കലും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കഴിക്കാതിരുന്നിടത്തോളം കാലം, കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം അത്യാവശ്യമാണ്. അപ്പൊ കാൽസ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യം അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അത് എക്സസ് ആയിട്ട് വരുന്ന സമയത്തും അത് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്ന സമയത്തും ഇത് എല്ലാം ഫിൽട്ടർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? കിഡ്നിയിൽ പോയിട്ടാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഇത് അടിഞ്ഞുകൂടും. കാരണം ഇതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഇതിന്റെ കാഠിന്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് പോയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. കാരണം കാൽസ്യം നമുക്ക് കൊടുക്കാത്തത് കൊണ്ട്, ശരീരത്തിൽ നിന്ന് കാൽസ്യം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ സ്റ്റോൺ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇനി വേറൊരു റിക്വസ്റ്റും കൂടി ഉള്ളത്, സാറ് എനിക്ക് എല്ലാ പ്രാവശ്യവും പുതുതായിട്ട്, കാരണം ഒരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇപ്പൊ സാറിന് പഴയ പോലെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ വീഡിയോസ് സാറ്
ചെയ്യുന്നുണ്ട്. അത് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാനത് നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് പോസ്റ്റും ചെയ്യുന്നുണ്ടാവും. എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് അതിൻ്റെ അകത്ത് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അതിലൂടെ സാറിന് എന്തെങ്കിലും ഒരു ഹെൽപ്പും കൂടി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ട് അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് സാറിന് ഉപകാരപ്പെടുന്നുണ്ടാവും. അതിലുപരി നമ്മുടെ ബിസിനസ്സിന് ഉപകാരപ്പെടുന്നുണ്ടാവും. നമ്മുടെ അറിവുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ കാൽസ്യം കൊടുക്കുകയില്ല. കാൽസ്യം കൊടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എല്ലിൽ നിന്ന് വലിച്ചെടുത്ത് ഇത് സ്റ്റോർ ചെയ്തു പോകും. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഇത് കാഠിന്യം കൂടുതലാണ്, കാരണം വെള്ളം കുടിക്കുന്നതും കുറവായിരിക്കും. അപ്പൊ വെള്ളം കുടിക്കാതിരിക്കുമ്പം ഇതിന്റെ പേസ്റ്റ് രൂപത്തിൽ ഇത് അവിടെ പോയി അടിഞ്ഞുകൂടി അങ്ങനെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല, അങ്ങനെ അവിടെ സ്റ്റോൺ ഫോം ചെയ്യാണ്. പിന്നെയും നമ്മൾ കാൽസ്യം കൊടുക്കാതിരിക്കുമ്പോൾ എന്താണ്, വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഇത് വലിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്റ്റോണിന്റെ കാഠിന്യം കൂടി വരുന്നു. ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. കാരണം സ്റ്റോൺ ഉള്ളവരും കാൽസ്യം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഷംന ടീച്ചർ കുറച്ച് മുന്നേ ചെയ്ത സെഷൻ്റെ അകത്ത് അത് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറയാതെ ഇവിടെ ഇന്ന് അത് എടുത്തു പറഞ്ഞത്. എന്തായാലും കാരണം അത് നമ്മുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ആണ് ഇന്ന് ഡോക്ടേഴ്സ് പോലും അത് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആരുടെയും കുറ്റമല്ല, അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡ് സെൽസിന്റെ എൻഹാൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുറിവ് ഗുണങ്ങാൻ സഹായിക്കുന്നുണ്ട്. ജോയിന്റ് പെയിൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. BP മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിയും അതുപോലെ തന്നെ കാൽസ്യവും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സപ്ലിമെന്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയുള്ള ആരെങ്കിലും ജോയിന്റ് പെയിനും അതുപോലെ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ കമ്പനി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഏറ്റവും ചെറിയ റേറ്റിലാണ് കാൽസ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാമിൻ ആണ്. ഗ്ലൂക്കോസാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലുകൾക്കിടയിലുള്ള കാർട്ടിലേജിനിടയിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് ആണ് ഈ ഗ്ലൂക്കോസാമിൻ. സിനോവിയൽ ഫ്ലൂയിഡിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് ഈ കൂടുതലും ജോയിന്റ് പെയിൻ വരുന്നത്. ഒരു സെക്കൻഡ്. ജോയിന്റ് പെയിൻ വരും, നമ്മളെ എല്ലാ പ്രസന്റേഷനിലും നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അതിനിടയിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് ഇതിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാവുന്നത് അല്ലെ. എല്ലുകൾക്കിടയിലുള്ള ഒരു ഗ്രീസ് ഫോർമുല പോലെയാണ് ഇത് ഉണ്ടാവുന്നത്. പോഷകാഹാരക്കുറവ്, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, ഇഞ്ചുറീസ്, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ ജോയിന്റ് പെയിനിന് കാരണമായിട്ട് വരുന്നുണ്ട്. പ്രായമായവരെയും യുവാക്കളിലും ഇന്ന് ഇത് കണ്ടുവരുന്നുണ്ട്. കാരണം മുന്നേത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു എബോവ് 50 അല്ലെങ്കിൽ 60+ നമുക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് യുവാക്കളിൽ പോലും നമുക്ക് ജോയിന്റ് പെയിൻ കാണുന്നുണ്ട് അല്ലെ. ചെറിയ കുട്ടികൾ പോലെ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് മുട്ടുവേദന, അതുപോലെ തന്നെ കൈമുട്ടുവേദന, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആമവാദം ഇന്ന് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊക്കെ റുമേറ്റോയ്ഡ് ആർത്രൈറ്റിക്സ് ഇങ്ങനെയൊക്കെ പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആമവാദം. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ് ഇത്. അസഹനീയമായ വേദനയും അതുപോലെ തന്നെ നീർക്കെട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ ആറിൽ ഒരാള് ഇന്ന് ഈ ഒരു ജോയിന്റ് പെയിന് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇവിടെയാണ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസാമിൻ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഗ്ലൂക്കോസാമിൻ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്ലൂക്കോസാമിൻ നിർമ്മിച്ചിട്ടുള്ളത്. ഞണ്ടിന്റെ തോടിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്ലൂക്കോസാമിൻ സോഴ്സ് ആണ് വെസ്റ്റീജ് ഗ്ലൂക്കോസാമിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലുകൾക്കിടയിലെ ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കുന്നു.
കാർട്ലേജിന്റെ റീജനറേഷനെ സിനോവിയൽ ഫ്ലൂയിഡിന്റെ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിക്സ് കൂടുതലായും കണ്ടുവരുന്നത് അമിതവണ്ണം കൂടുതൽ ഉള്ള അവർക്കാണ്. അതുപോലെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നമ്മുടെ ജോയിന്റ് പെയിൻ ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന സമയത്ത് അവരുടെ ഇതും കൂടി നമ്മൾ ചോദിക്കണം, അമിതവണ്ണം ഉണ്ടോ, എന്താണ് ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ളവരിലൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റും കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ ചോദിച്ചറിയാതെ അദ്ദേഹം അത്രയും ശരീരഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെ വ്യായാമം ചെയ്യേണ്ടി വരും, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ജോയിന്റ് പെയിന് ഒരു ആശ്വാസം ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോയിന്റ് പെയിൻ ഒരു അസഹനീയമായ വേദന ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും, സ്റ്റെപ്പ് കയറുമ്പോൾ ജോയിന്റിന്റെ ഇടയിൽ നിന്ന് സൗണ്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു രീതിയിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടാവും. ഞാൻ ഇതിനിടെ ഇപ്പം ഒരാൾ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞാൽ അസഹനീയമായ ലേഡിയാണ്, അസഹനീയമായ വേദനയാണ്, ഒന്നും വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, നടക്കാൻ സാധിക്കില്ല. നടക്കുന്ന സമയത്തോ ഞാൻ കേട്ടിട്ടുള്ളതാണ് ടെക് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട്. അവരെന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൗണ്ട് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ 1 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സൗണ്ടിന്റെ ആ ഒരു ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നല്ല എക്സലന്റ്. ഇന്നലെയും കൂടി എന്നെ വിളിച്ചു, വളരെ സന്തോഷമുണ്ട്, ഇന്ന് വർക്കിനും പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അത്രയും നല്ല പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ എക്സലന്റ് ആയിട്ടുള്ള നമ്മളെ കമ്പനി തരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഡോസേജ് ഒക്കെ കൃത്യമായിട്ട് പാലിച്ച് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജോയിന്റ് പെയിനൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസാമിൻ നമുക്ക് 450 mg നമുക്ക് ആവശ്യമാണ്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് കോൺട്രിയോട്ടിക് എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ടിന്റെ തോടിൽ നിന്ന് കാർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിനെ വേർതിരിച്ചെടുക്കുന്നത്. കാർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ കമ്പനി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഗ്ലൂക്കോസാമിനെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കേടുവന്ന കാർട്ടിലേജ് പുനർനിർമ്മിക്കാനും സിനോവിയൽ ഫ്ലൂയിഡിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇത് പെട്ടെന്ന് തന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഡോസേജും കാര്യങ്ങളും ഇതിന്റെ DP പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ 2 പ്രൊഡക്റ്റാണ് നമുക്ക് കമ്പനി ഇതിൽ തന്നിരിക്കുന്ന 2 പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്ന് കാൽസ്യമാണ്, ഗ്ലൂക്കോസമിനാണ്. ഇതിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് 2ഓ 3ഓ പ്രൊഡക്റ്റിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഇത് 3ഉം കഴിക്കണോ അല്ലെങ്കിൽ 2ഉം കഴിക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, അതിൻ്റെ അകത്ത് ഏറ്റവും പൈസ കുറഞ്ഞിട്ടുള്ള ഒന്ന് മാത്രം കഴിച്ചാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിന് യെസ് പറയാതിരിക്കുക. കാരണം നമ്മൾ ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളോട് ചോദിക്കുന്നവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മളുടെ PV കയറാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഒരു 10 PV 100 PV ആവാൻ വേണ്ടിയിട്ട് ഒരു 10 PV ഷോർട്ടേജ് ഉണ്ട്. ഓക്കെ, ഒരാൾ ജോയിന്റ് പെയിന് പറഞ്ഞിട്ടുണ്ട്, അതിൽ കാൽസ്യം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 100 PV ആവായിരുന്നു. അപ്പൊ കാൽസ്യം മാത്രം മതിയോ, ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾ കാൽസ്യം എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10 PV കയറുന്നുണ്ടാവും. ആ മാസത്തെ വർക്ക് നടക്കുന്നുണ്ടാവും, അടുത്ത മാസം വർക്കൊന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്ത് അവരോട് പറയാം, ഇത് കോമ്പിനേഷൻ ആയിട്ട് തരുന്നതാണ്. ഇത് 3ഉം കഴിച്ചാൽ അല്ലെങ്കിൽ 4ഉം കഴിച്ചാൽ അല്ലെങ്കിൽ 2ഉം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ വൈകും. ഇല്ലെങ്കിൽ അതിൽ റിസൾട്ട് ഇല്ലെങ്കിൽ എന്നോട് പരാതി പറയരുത് എന്ന് കൃത്യമായിട്ട് പറയുക. അല്ലാതെ അതിൻ്റെ അകത്ത് വില കൂടിയ സാധനങ്ങൾ ഒഴിവാക്കി ഏറ്റവും വില കുറഞ്ഞ ഏതോ 1ഓ 2ഓ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന രീതി ഒരിക്കലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കോമ്പിനേഷൻ ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് കൊളാജൻ. കൊളാജൻ നമുക്ക് ഇന്ന് രണ്ട് തരത്തിൽ കൊളാജൻ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാജൻ. അതിനെക്കുറിച്ചിട്ടാണ്. കാരണം ഇന്ന് കൊളാജൻ വരുന്നു മാർക്കറ്റിൽ അപ്പോൾ തന്നെ തീരുന്നു. അത്രയും ഡിമാൻഡാണ് നമ്മുടെ കൊളാജൻ. വേജ് കൊളാജന് ഇന്ന് അത്രയും ഡിമാൻഡോട് കൂടിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള സ്കിന്ന് മസില് ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജനെ കൊണ്ടാണ്, കൂടുതൽ കൊളാജനെ കൊണ്ടാണ്. ആരോഗ്യകരമല്ലാത്ത ജീവിത രീതി, അതുപോലെ തന്നെ UV റൈസ്
അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ അറ്റാക്ക്, ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ കൂടുതലും കൊളാജന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രായം തോറും കൊളാജന്റെ ഉൽപാദനം കുറയുകയും അതുമൂലം ജോയിന്റുകൾക്കിടയിലുള്ള കൊളാജൻ വീക്ക് ആകുകയും ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊളാജൻ ആയതുകൊണ്ട് തന്നെ ആ അതിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് നമ്മുടെ ജോയിന്റിന്റെ ഇടയിൽ ഉള്ള കൊളാജനും കുറയുമ്പോഴാണ് നമുക്ക് ജോയിന്റ് പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇടക്കാലത്ത് നമുക്ക് കൊളാജൻ കിട്ടിയിരുന്നില്ല, പക്ഷെ ഇപ്പൊ അവൈലബിൾ ആണ്. കൊളാജനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് കൊളാജൻ. ഞാൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ഒരു സപ്ലിമെന്റ് തന്നെയാണ് കൊളാജൻ. എല്ലാവരും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പേശികൾ ക്ഷയിക്കുകയും വയറുമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. ഈ നമ്മുടെ ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത്തരക്കാരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വയറു സംബന്ധമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതും നമ്മുടെ ഒരു സിഗ്നലാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും വൈറ്റമിൻസുമായിട്ടുള്ള സി, അതുപോലെ തന്നെ സിങ്ക്, കോപ്പർ, ഇതെല്ലാം കൊളാജൻ ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉൽപാദനം. ഇതിനും അത്യാവശ്യമാണ്, ഇതിന്റെ ഉൽപാദനത്തിനും അത്യാവശ്യമാണ് കൊളാജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജിങ്, നമ്മുടെ ഏജിങ് കൂടാൻ കൊളാജൻ ഇല്ലെങ്കിൽ നമ്മുടെ ഇത് സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കൊളാജന്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ ഒരുപക്ഷെ കൊളാജന്റെ മുടി കൊഴിച്ചൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹെയർ ഓയിലും ഷാമ്പൂ ഇതൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരുപക്ഷെ ഹെയർ സ്കിൻ നെയില്, അതുപോലെ തന്നെ കൊളാജൻ, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും കൂടുതലായിട്ട് പ്രശ്നങ്ങളില്ലവർക്ക്. അപ്പൊ ആ സമയത്ത് ഇത്രയും ഒരു മുടി കൊഴിച്ചലിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഒരു ട്രീറ്റ്മെന്റ്, അത് പ്ലാന്റ്, നമ്മുടെ മുടി നട്ടു വളർത്തുന്നതിനൊക്കെ ലക്ഷങ്ങളും അല്ലെങ്കിൽ ആയിരങ്ങളൊക്കെയാണ് ഓരോരാൾ ചെലവാക്കുന്നത്. അപ്പോൾ അതിന്റെ റേറ്റും നമ്മുടെ സപ്ലിമെന്റിന്റെ റേറ്റും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ വെസ്റ്റീജ് കൊളാജൻ ജോയിന്റ് ഹെൽത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും, ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൊളാജൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് തന്നെയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊളാജൻ പെപ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഒന്നുള്ളത്. ഇത് ശരീരത്തിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ കോശങ്ങളിലേക്കും ഇത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീർക്കെട്ടിനും ജോയിന്റ് പെയിനിനും ആശ്വാസമാണ്. നീർക്കെട്ട് ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്. റോസ് ഹിപ്പ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ചിലി എന്ന രാജ്യത്ത് കണ്ടുവരുന്ന ഒരു തരം റോസാപ്പൂവിന്റെ മൊട്ടിൽ നിന്നാണ് ഈ ഒരു എക്സ്ട്രാക്ട് എടുത്തിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ജോയിന്റ് പെയിനിന് കുറയ്ക്കാനും അതുപോലെ തന്നെ റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ്. റിച്ച് ആന്റി ഓക്സിഡന്റ് കൂടിയായതുകൊണ്ട് നമുക്ക് ഫ്രീ റാഡിക്കൽ നിന്നുള്ള അറ്റാക്ക് തടയാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ തടയാനും നമുക്കിത് അത്യാവശ്യമാണ്. യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന നമുക്ക് ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ക്രാൻബെറി ആണ്. ക്രാൻബെറി ഏറ്റവും നല്ല എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരുപക്ഷെ അതിന്റെ കൂടെ ഈ ഒരു കൊളാജനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീകവറി ആവാനും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇൻഗ്രീഡിയൻസ് അതിനും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ തേയ്മാനം തടയാനും റോസ് ഹിപ്പ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഇൻഗ്രീഡിയന്റ് അത്രയും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കൊളാജന്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ശരീരത്തിന്റെ നാച്ചുറൽ കൊളാജന്റെ ഉൽപാദനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അയൺ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി നമുക്ക് അറിയുന്ന പോലെ തന്നെ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. അതും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കൊളാജൻ, നമ്മുടെ ആന്റി ഓക്സിഡന്റ്, അതുപോലെ പ്രതിരോധ ശക്തിക്കും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്കിന്നിന്റെയും പേശികളുടെയും ആരോഗ്യവും അതുപോലെ തന്നെ മുടി കൊഴിച്ചലിനെ തടയുന്നതും നമ്മുടെ ഏജിങ്ങിനെ തടയാനും ഒക്കെ നമുക്ക് ഈ വെസ്റ്റീജ് കൊളാജൻ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇത് നമ്മൾ കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സാഷെ ആയിട്ടാണ് ഉള്ളത്, ഓരോ പാക്കറ്റ് ആയിട്ടാണ് ഉള്ളത്. ഒരു പാക്കറ്റ് 100 ml വെള്ളത്തിൽ 1 2 തവണ നമ്മൾ കഴിക്കുക. മിക്ക ആൾക്കാരും ഒരു പ്രാവശ്യമാണ് കഴിക്കുന്നത്. കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ജോയിന്റ് വേദന കാര്യങ്ങളൊക്കെ ഉള്ളവർ 2 നേരത്ത് കഴിച്ചാലും നല്ലതാണ്. അതേപോലെ തന്നെ കാൽസ്യം നമുക്ക് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഗ്ലൂക്കോസാമിനും അതേപോലെ തന്നെ നമുക്ക് നോർമൽ കേസിലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. പ്രോബ്ലംസ് കൂടുതലായിട്ടുള്ളവർക്ക് കൂട്ടിയിട്ട് തന്നെ കൊടുക്കണം. അവിടെ ചില ആൾക്കാർ പറയാറുണ്ട് രാവിലെയും രാത്രിക്കും കഴിച്ചാൽ മതി, ഏതെങ്കിലും ഒരു നേരം കഴിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഡോസ് ചിലപ്പോൾ 2 കൂട്ടണം. കാൽസ്യം 2 2 2 കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഗ്ലൂക്കോസാമിൻ 2 2 2 കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ആൾക്കാരുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരാൾക്ക് കൊടുക്കുന്ന ഡോസേജ് ആയിരിക്കില്ല ഒരുപക്ഷെ അടുത്ത ആൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അതേപോലെ തന്നെ നമ്മുടെ കാൽസ്യത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് MRP എന്ന് പറയുന്നത് 314 രൂപയാണ്. DP പ്രൈസ് എന്ന് പറയുന്നത് 220 രൂപയാണ്. ഇത് 7.33 രൂപയാണ്. ഗ്ലൂക്കോസാമിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ബോട്ടിലായിട്ടാണ് ഗ്ലൂക്കോസാമിൻ തരുന്നത്. ഒന്ന് 60 എണ്ണത്തിന്റെ ബോട്ടിലും 2 100 എണ്ണത്തിന്റെ ബോട്ടിലും ആയിട്ടാണ് നമുക്ക് തരുന്നത്. 60 എണ്ണത്തിന്റെ ബോട്ടിലിന് റേറ്റ് വരുന്നത് MRP 654 രൂപയാണ്. DP പ്രൈസ് എന്ന് പറയുന്നത് 458. അതുപോലെ തന്നെ PV എന്ന് പറയുന്നത് 15.27 രൂപയാണ്. 100 എണ്ണത്തിന്റെ ആയി കഴിഞ്ഞാൽ MRP 1019 ആണ്. DP പ്രൈസ് 713 രൂപയാണ്. PV എന്ന് പറയുന്നത് 23.77. അതേപോലെ തന്നെ കൊളാജൻ വെജിന്റെ 1050 രൂപയാണ് നമുക്ക് MRP വരുന്നത്. 740 രൂപ DP പ്രൈസിൽ ലഭിക്കുന്നുണ്ട്. 24.67 ആണ്. മറ്റേതിൻ്റെത് 1000 ആണ് MRP എങ്കിൽ 700 ആണ് DP പ്രൈസ്. 23.33 PV ആണ് ഉള്ളത്. ഇപ്പൊ നമ്മളൊരു എല്ല് ജോയിന്റ് പെയിൻ ഇതൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ 3 പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് കുട്ടി. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഷയം മാറ്റുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ചില ആൾക്കാർ പറയുന്നുണ്ടാവും അല്ലെ, ഭയങ്കരമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദനയാണ്. എല്ലുകളൊക്കെ ദ്രവിച്ചിട്ട് ഹോളൊക്കെ വീഴുന്നവരുണ്ടാവും. അപ്പൊ അവിടെ വീണ്ടും ബിൽഡ് ചെയ്ത് നമുക്ക് വെറും ഇത് മാത്രം കൊടുത്താൽ മതിയില്ല. അവിടെ നമ്മൾ പ്രോട്ടീൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചോക്ലേറ്റിന്റെയും വാനിലേന്റെയും ഫ്ലേവറുള്ള പ്രോട്ടീൻ ഉണ്ടാവും അല്ലെ. അതിനകത്ത് ഇച്ചിരി വില കുറവാണ്, അപ്പം കിടക്കട്ടെ അത് നമ്മൾ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ടാവും. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ പ്രോട്ടീൻ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ റെഡ് കളറിലുള്ള ബോട്ടിൽ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അവിടെ ചോക്ലേറ്റിന്റെയും വാനിലയുടെയും ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ അകത്ത് കണ്ടന്റ് കുറവാണ്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലേവറിൽ നമുക്ക് ഇറക്കുന്നത്. ഇത് യാതൊരു ഫ്ലേവറോ ഒന്നും ഇല്ലാത്ത പ്രോട്ടീൻ പൗഡറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ പ്രോഡക്റ്റ് ആണ്. അത് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കൂടെ തന്നെ. അടുത്ത വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഏത് കാര്യങ്ങളും നമ്മുടെ ഏത് പോഷകങ്ങളും ഏത് സപ്ലിമെന്റും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് അബ്സോർവ് ചെയ്യാൻ നമുക്ക് ഡി അത്യാവശ്യമാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. CMD ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻസ് തന്നെയാണ്. അതിനകത്ത് 84ഓളം മിനറൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സിങ്ക്, കോപ്പർ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ, മഗ്നീഷ്യം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ CMD കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ആൾക്കാരുടെ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മറ്റുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത്, മറ്റുള്ള അസുഖങ്ങൾ ഉള്ളത്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് ഇപ്പോഴും ഒത്തിരി പേര്, പഴയ ആൾക്കാർ പോലും ഒത്തിരി പേര് ഇന്നൊരു പ്രശ്നമുണ്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അവരുടെ ഏജോ, അവരാണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇല്ലെങ്കിൽ ചെറിയ ആൾക്കാർ ഒരു 25 ടെസ്റ്റ് റിപ്പോർട്ട് അങ്ങ് അയക്കും. 25 ടെസ്റ്റ് റിപ്പോർട്ട് എനിക്ക് അയച്ചത്. ആ 25 ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ പോയിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കണം, ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്. അത് ഒരു പക്ഷേങ്കിൽ ഒരു 10 വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് മുതൽ ഇന്ന് വരെ ഉള്ളതൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷെ പ്രസൻസിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, റീസെന്റ് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, അത് മാത്രം എന്നോട് പറഞ്ഞത്. അത് പറയാ എന്തൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഏജ് എത്രയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അത് പറഞ്ഞാൽ പോലും നമുക്ക്. കാരണം നമ്മൾ ഈ ടെസ്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഇതൊന്നും പറയുന്നില്ല. അതൊക്കെ ഡോക്ടേഴ്സ് ആണ് പറയുന്നത് അല്ലേ.
അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. മീൻസ് ജസ്റ്റ് നമുക്കൊന്ന് പ്രസന്റ്ലി എന്താണ് അവർക്ക് സിറ്റുവേഷൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയാവും. ലാസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അയച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇല്ലാതെ ഇത്രയും 10ഉം 20ഉം റിപ്പോർട്ടൊന്നും അയക്കാതിരിക്കുക. അത് ഡോക്ടർ പറഞ്ഞ ലാസ്റ്റിലത്തെ ആ ഒരു പ്രശ്നം ഇവർക്ക് ഇപ്പോൾ നിലവിൽ ഇന്നതാണ് എന്നുള്ളത് മാത്രം പറയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. അതിൽ വെള്ളം ചേർക്കാതിരിക്കുക. ഇല്ലെങ്കിൽ അവരോട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടായാൽ പോലും മാസങ്ങളെടുക്കും, ഇല്ലെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോ ആ സമയത്ത് പറയരുത്. അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും മരുന്നല്ല, സപ്ലിമെന്റ് ആണ്. മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടേഴ്സിനും മാത്രമാണ്, ഫാർമാസ്യൂട്ടിക്കൽസിനും മാത്രമാണ്. നമുക്ക് അതിന്റെ അവകാശമില്ല. നമ്മൾ അതിന്റെ ഓതറായിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. പുതിയ കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. പഴയ ആൾക്കാർ കേട്ട് കേട്ട് മടുത്തതായിരിക്കും. എന്നിരുന്നാലും ഇത് പുതിയ ആൾക്കാർക്കും കൂടി അറിവിലേക്കാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ ഇത്രയാണ് പറയാനുള്ളത്. ഇനിയും അടുത്ത സെഷനിൽ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള ഓരോ പ്രൊഡക്റ്റും ആഡ് ചെയ്യുന്ന സമയത്തും ഇതൊക്കെ നമ്മൾ ജോയിന്റ് പെയിനും ഇതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റും കൂടി അതിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് ചുരുക്കം പ്രോട്ടീൻ പൗഡർ ആയാലും വൈറ്റമിൻ ഡി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയവും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യവും സപ്ലിമെന്റ് എല്ലാം കഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യവും നമ്മുടെ കൈകളിലാണ്. അതിനെയും നമുക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വിഷ് വെൽ. താങ്ക് യു വിനോദ് സാർ. സാർ നല്ല രീതിയിൽ തന്നെ എല്ലാം ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. അറിയാത്ത ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി കാണും. പിന്നെ എല്ലാരും ചാറ്റ് ബോക്സിൽ കൂടെ സാറിനെ നന്ദി അറിയിപ്പിക്കുക. ഈ ഒരു MC കൈകാര്യം ഈ ഒരു MC ചെയ്യാൻ അവസരം തന്നെ എൻ്റെ മെന്ററായി പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡ് ഷാജി മിത്തൽ സാറിനെ ഞാൻ വളരെ ഒത്തിരി താങ്ക്സ് പറയുന്നു. അതുപോലെ ബാക്കി എല്ലാ ലീഡേഴ്സ്മാർക്കും. സോ എല്ലാവർക്കും നല്ല ഒരു ദിവസം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു വെൽ. ഹാവ് എ നൈസ് ഡേ. ആർക്കെങ്കിലും 5 മിനിറ്റ് സമയമുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഈ ഒരു കാൽസ്യത്തിന്റെ പ്രാധാന്യം കുറിച്ച്. സാർ ആരും ചോദിച്ചാണ് പിള്ളേർക്ക് എത്ര വയസ്സ് തൊട്ട് കൊടുക്കാവുന്ന കമന്റ് ഇട്ടായിരുന്നു ആരോ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ അപ്പോൾ എഴുതി വയ്ക്കുന്ന ഒരു അഡൽട്സ് ഓൺലി എന്ന് എഴുതി വെക്കാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഗമ്മീസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാറുണ്ട്. എന്നിരുന്നാൽ ഒരു 10 വയസ്സ് ആർക്കും അല്ലാതെ ചെറിയ പ്രായത്തിലേക്ക് നമ്മൾ മാക്സിമം ഫുഡ് തന്നെ കൊടുക്കുക. പോഷകങ്ങൾ അടങ്ങിയിട്ട് ഫുഡിൽ കൂടി തന്നെ അവർക്ക് വേണ്ട രീതിയിൽ കൂടി നമ്മൾ കൊടുക്കുക. സപ്ലിമെന്റിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് പറയാതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ 18 മുകളിലുള്ളവർക്ക് കൊടുക്കുന്നത് കുട്ടി വന്നത്. അപ്പോ ചീറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള കുറെ വാഗ്ദാർക്കങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതിന്റെ പറയാം, പ്രോട്ടീൻ പൗഡറിന്റെ മുകളിലായി കഴിഞ്ഞാലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അഡൽട്സ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും 14 വയസ്സിനും 10 വയസ്സിനും മുകളിലേക്ക് കൊടുക്കാം. 10 വയസ്സിന് അബോവ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ മുതിർന്നവരൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡോസേജ് കൂടിപ്പോയി കഴിഞ്ഞാലും കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. തുളസി ഡ്രോപ്സ് 2 സാറ് പറഞ്ഞു, അത് ഇവിടെ 400 പോയി എന്ത് ചെയ്യും സാർ എന്ന് പറയേണ്ട ആവശ്യമില്ല, കുടിക്കാം, ഒരു പ്രശ്നവുമില്ല. CMD ഒരു ഡ്രോപ്സ് അധികമായി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, 2 ഡ്രോപ്സ് അധികമായി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മുടെ ഒരു സപ്ലിമെന്റിന്റെ ഇതും ശരീരത്തിൽ പോയിട്ട് സ്റ്റോർ ചെയ്ത് പോവില്ല. അത് യൂറിനിലെ വേർപ്പിലൂടെ ഒക്കെ പുറത്ത് പോകുന്നുണ്ടാവും. അതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കില്ല, പേടിക്കാതെ കഴിക്കാം. സാർ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് സാമുവൽ സാറിന് ഞാൻ ഇട്ടുതരാം. പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ വീഡിയോസ് ഉണ്ടാവും, സാമുവൽ സാറിന്റെ ഉണ്ടാവും. അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. അത് സാറിനും ഒരു സപ്പോർട്ടീവ് ആയിരിക്കും, നമുക്ക് പഠിക്കാനുള്ള ഒരു മാർഗവുമായിരിക്കും.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? സാറേ നടുവേദനയ്ക്കും തന്നെ പ്രിഫർ ചെയ്യാമോ സാറേ? നടുവേദനക്ക് നടുവേദനയ്ക്കും ഈ ഡോസേജ് തന്നെ കൊടുക്കാമല്ലോ? കൊടുക്കാം. കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ 2 എണ്ണം വെച്ച് കൊടുക്കണം കേട്ടോ, ഗ്ലൂക്കോസാമിനൊക്കെ. 3 times ആണ് സാർ? 3 times a day ആണോ? 3 times. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. ഹലോ സാറേ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ഏത് സപ്ലിമെന്റ് കൊടുക്കാം? ഇപ്പം നമ്മൾക്ക് നിലവിൽ പറഞ്ഞത് മാത്രം. ടോപ്പിക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ തീരില്ല. ഓക്കെ സാറേ. അതൊക്കെ ഗ്രൂപ്പിനകത്ത് പല പ്രാവശ്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്തൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്കുണ്ട്. പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. രാവിലെ വെറും വയറ്റിൽ കൊടുക്കാം, രാത്രിയിൽ കൊടുക്കാം, നോ ഇഷ്യൂ. ഓക്കെ. സാർ, ഈ കോമ്പിനേഷൻ മീൽസിന് ശേഷമല്ലേ എല്ലാം കൊടുക്കേണ്ടത്? ഈ കാൽസ്യം, കൊളാജൻ? മീൽസിന്റെ കൂടെയും കഴിക്കാം നമുക്ക്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സർ. എല്ലാവരുടെയും ഡൗട്ട്സ് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തു. അപ്പൊ എല്ലാവരും നമ്മുടെ ജോയിന്റ് ഹെൽത്ത് സപ്ലിമെന്റ്സ് വാങ്ങി കഴിക്കുക. കൺസിസ്റ്റൻസി കഴിയുന്നതിന് മുമ്പേ അതേ റേറ്റ് ഒന്നും ഇല്ല, എല്ലാവരും വാങ്ങി കഴിക്കുക. ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റിന്റെ ആരോഗ്യം നമുക്ക് നല്ല രീതി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽ.